അപ്പോൾ ഏത് മാധ്യമമാണ് കൂൺ കൃഷിക്ക് തിരഞ്ഞെടുക്കാൻ അനുയോജ്യം? അതായത് നമുക്ക് സൗകര്യപ്രദമായ ഏത് മാധ്യമമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ വിവരിച്ചത്. ഇനി ആ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമം എങ്ങനെ അണുവിമുക്തമാക്കാം എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തിൽ വിവരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാധ്യമം വാങ്ങിക്കൊണ്ട് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ സ്റ്റെറിലൈസേഷൻ ചെയ്യണം, അഥവാ അണുവിമുക്തമാക്കണം. വൈക്കോലും അറക്കപ്പൊടിയുമൊക്കെ സ്റ്റെറിലൈസേഷൻ 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് ആവിയിൽ പുഴുങ്ങിയ മെത്തേഡാണ്, മറ്റൊന്ന് കെമിക്കൽ യൂസ് ചെയ്തുള്ളതാണ്. കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷന് വൈക്കോൽ അല്ലെങ്കിൽ അറക്കപ്പൊടി നമ്മൾ ആവിയിൽ പുഴുങ്ങേണ്ടതില്ല. ഫോർമാലിൻ, ബാവസ്റ്റിൻ എന്നീ കെമിക്കലുകൾ വെള്ളത്തിൽ ചേർത്ത ശേഷം അതിൽ ഈ മാധ്യമം മുക്കിയിട്ട് 12 മുതൽ 16 മണിക്കൂർ വരെ വെച്ചിരുന്ന് കുതിർത്ത ശേഷം അത് വെള്ളം തോർത്തിയെടുത്ത് ഡയറക്റ്റ് ബെഡ് ചെയ്യാവുന്നതാണ്. ഇത് ലാർജ് സ്കെയിലിൽ കൂൺ കൃഷി ചെയ്യുന്നവരെല്ലാം കെമിക്കൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നു. കാരണം ലാർജ് സ്കെയിൽ ചെയ്യുന്നവർക്ക് ഈ വൈക്കോലും അറക്കപ്പൊടിയുമൊക്കെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതിന് ഒരുപാട് സമയതാമസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അവർ കെമിക്കൽ രീതിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ചിലർ കെമിക്കൽ യൂസ് ചെയ്യാതെ ഓർഗാനിക്കായ രീതിയിൽ ആവിയിൽ പുഴുങ്ങി ചെയ്യുന്നുണ്ട്. അവർ അതിനു വേണ്ടി പ്രത്യേകം ജോലിക്കാരെ നിയമിച്ച് കൂലി കൊടുത്തൊക്കെയാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും കെമിക്കൽ രീതിയെ ഞാനും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന മെത്തേഡ് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി കെമിക്കൽ രീതി ആവശ്യമായുള്ളവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൽ ഫോർമാലിൻ എത്ര അളവ് വേണം, ബാവസ്റ്റിൻ എത്ര അളവ് വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഓർഗാനിക്കായി ചെയ്യുന്ന രീതി, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ വൈക്കോൽ എത്ര ബെഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ബെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 4 ചുമ്മാടിൻ്റെ വലുപ്പത്തിൽ, അതായത് വൈക്കോൽ എടുത്ത് നമ്മൾ ഇങ്ങനെ ചുരുട്ടി നോക്കുക, ഒരു ചുമ്മാട് വലിപ്പത്തിൽ ചുരുട്ടി നോക്കുക എത്രത്തോളം വൈക്കോൽ നമുക്ക് ആവശ്യമുണ്ടോ. ഇതിൻ്റെ 4ഓ 5ഓ ചുമ്മാട് വലിപ്പത്തിൽ വൈക്കോൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ബെഡ് ചെയ്യാൻ ആവശ്യമായ വൈക്കോലായി. അങ്ങനെ ആ അളവിൽ നമുക്ക് എത്ര ബെഡ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് ആ ബെഡിനാവശ്യമായ വൈക്കോൽ ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലോ എടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ബക്കറ്റിൽ എടുത്ത വൈക്കോൽ 12 മുതൽ 18 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കണം. 12 മണിക്കൂറിൽ താഴാൻ പാടില്ല, എന്നാൽ 24 മണിക്കൂറിൽ അധികമാകാനും പാടില്ല. 12 മണിക്കൂറിൽ താഴ്ന്നാൽ വൈക്കോൽ ശരിക്ക് കുതിർന്ന് കിട്ടുകയില്ല. 24 മണിക്കൂറിന് മേല് പോയാൽ ഒരു പക്ഷേ വൈക്കോൽ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 12 മണിക്കൂറിനും 18 മണിക്കൂറിനും ഇടയ്ക്ക് വൈക്കോൽ കുതിർത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ഏതാണ്ട് 15-16 മണിക്കൂറൊക്കെയാണ് വൈക്കോൽ കുതിർത്ത് വയ്ക്കാറ്. അങ്ങനെ നമ്മൾ കുതിരാൻ വെച്ച വൈക്കോൽ ഏതാണ്ട് 16 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കഴുകി ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ എല്ലാവരും ഈ ബക്കറ്റിൻ്റെ ഈ അടിഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അവിടെ ഒരു വാൽവ് സെറ്റ് ചെയ്യാറുണ്ട് ഈ വെള്ളം തുറന്നു വിടുന്നതിന് വേണ്ടി. പക്ഷേ ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് ഇതുവരെ അത്തരത്തിൽ സെറ്റ് ചെയ്തില്ല. ഞാൻ ഈ ബക്കറ്റ് മറിച്ചിട്ടിട്ട് തന്നെയാണ് ഈ വെള്ളം വാർത്തെടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഈ വൈക്കോൽ ഒന്ന് കഴുകി വൃത്തിയാക്കാം. കാരണം കൂൺ കൃഷിക്ക് എല്ലാ കാര്യത്തിലും ഹൈജീൻ അഥവാ വൃത്തി വളരെ അത്യാവശ്യമാണ്. നല്ല രീതിയിൽ കഴുകിയ ശേഷം മാത്രം നമുക്ക് വൈക്കോൽ ആവിയിൽ പുഴുങ്ങാൻ ഉപയോഗിക്കാം. അപ്പോൾ കലത്തിൻ്റെ ചുവട്ടിൽ ഈ കാണുന്ന അളവിൽ ഒരല്പം മാത്രം വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ എടുത്തു വയ്ക്കുന്ന വൈക്കോലിൽ നിന്നും കുറച്ച് വെള്ളം ഊർന്നു വീഴും.
നമുക്ക് വീടിൻ്റെ പുറത്ത് അടുപ്പ് കൂട്ടി വെച്ച് പുഴുങ്ങാൻ സൗകര്യമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൗകര്യം. പക്ഷേ മഴക്കാലമായതുകൊണ്ട് അതിന് സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിലെ അടുപ്പ് തന്നെയാണ് ഇത് പുഴുങ്ങാൻ ഉപയോഗിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ അടിഭാഗം മുതൽ മേൽഭാഗം വരെ നല്ല രീതിയിൽ ചൂടായെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും ആവി വരികയുള്ളൂ. ഇങ്ങനെ കലത്തിൻ്റെ എല്ലാ വശത്തു നിന്നും ചൂടുള്ള ആവി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. എല്ലാ വശത്തും നല്ല ചൂടുള്ള ആവി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം അരമണിക്കൂർ നേരം ചെറിയ തീയിൽ ഈ വൈക്കോൽ വേവിച്ചെടുക്കുക. അരമണിക്കൂർ ശേഷം തീ അണച്ചു കഴിഞ്ഞ് ഈ കനലിന് മുകളിൽ തന്നെ ഈ പാത്രം വെച്ചിരിക്കുക. ആ കനലിൻ്റെ ചെറിയ ചൂടും കലത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആവിയും കൊണ്ട് വൈക്കോൽ നല്ലവണ്ണം അണുവിമുക്തമാകുന്നതാണ്. അങ്ങനെ പുഴുങ്ങിയ വൈക്കോൽ അടുപ്പിന് മുകളിൽ തന്നെ നമ്മൾ കുറേ നേരം വെച്ചിരുന്നു. ഇപ്പോൾ ആ കനലുകളെല്ലാം അണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വൈക്കോലെടുത്ത് വെള്ളം തോരാനായി എവിടെയെങ്കിലും വിരിച്ചിടാം. നമ്മൾ കൈകൾ ശുദ്ധമാക്കിയ ശേഷം ഈ സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോൽ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മുടെ വൈക്കോൽ സ്റ്റെറിലൈസ് ചെയ്ത് ഇവിടെ ഒരു ബക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളം തോരുന്നതിന് വേണ്ടി ഒരു ടാർപോളിൻ ഷീറ്റിലോ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോ അതുമല്ലെങ്കിൽ ഒരു ടിൻ ഷീറ്റിലോ വിരിച്ചിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽസ് കടകളിൽ വാങ്ങാൻ ലഭിക്കും. ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് ഡെറ്റോൾ വെള്ളം തളിച്ച് ഒന്ന് തുടച്ചെടുക്കണം, ഒന്ന് അണുവിമുക്തമാക്കിയെടുക്കണം. അപ്പോൾ ഈ തുടച്ചെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വീണ്ടും ഇതിനുള്ളിൽ കയറി ഒന്ന് ചവിട്ടേണ്ട ആവശ്യം വരുന്നത് കൊണ്ട് നമ്മുടെ കാലുകൾ കൂടി ഒന്ന് ഒരല്പം ഡെറ്റോൾ ഒഴിച്ച വെള്ളത്തിൽ കഴുകിയിട്ടുള്ളിലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. ഇത് ഒരു കുപ്പിയിൽ ഞാൻ അല്പം ഡെറ്റോൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തളിച്ച് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോൽ നമുക്കിതിലേക്കൊന്ന് വിരിച്ചിടാം. അങ്ങനെ നമ്മുടെ സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോൽ ഈർപ്പം തോരുന്നതിന് വേണ്ടി ഇവിടെ വിരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ കൂൺ കൃഷിയുടെ ഒരു പ്രോസസ്സായ മാധ്യമം സ്റ്റെറിലൈസേഷൻ അത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സായ കൂൺ ബെഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വയ്ക്കുക. ബൈ.